എവിടെ ഒരാളുണ്ട്? ഇതൊക്കെ മുകളിലൊരാൾ കേൾക്കാനുണ്ട്. അതിപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവരാ പറഞ്ഞതെങ്കിൽ ബാക്കി പറയേണ്ട കാര്യമില്ലല്ലോ. മുകളിലൊരാളുണ്ടെന്ന്. ഭാര്യയും ഭർത്താവും കൂടെ ഇങ്ങനെ യാത്രയ്ക്ക് പോകുമ്പം എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹായി വർത്തമാനം പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, ഇതൊക്കെ കേൾക്കാൻ മുകളിലൊരാളുണ്ടെന്ന്. ഈ സമയത്ത് മുകളിൽ ബർത്തിലൊരാൾ കടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അദ്ദേഹം കൈകൂപ്പി പറഞ്ഞു, എന്നെ ഇതിൽ ഉൾപ്പെടുത്തരുതെന്ന്. ഞാൻ നിരപരാധിയാണ്, എനിക്ക് നിങ്ങളുടെ കുടുംബവുമായിട്ട് യാതൊരു ബന്ധമില്ല, എന്നെ ഇതിലേക്ക് വലിച്ചഴക്കരുത്, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ പോലെ മുകളിൽ നിന്ന് വന്നു ഭഗവാൻ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വൈകുണ്ഠത്തിൽ നിന്നും വന്നു എന്നൊക്കെയാണ് പറയുന്നത്. ആണോ അല്ലയോ? എന്നാൽ ഭഗവാൻ വ്യാസഭഗവാൻ ഭാഗവതത്തിൽ എഴുതി വച്ചിരിക്കുന്നത് കൃഷ്ണൻ അവതരിച്ചത് എവിടുന്നാണെന്നറിയോ? വിഷ്ണു സർവഗുഹാശയ ആവിരാസീത് എന്നാണ് ഭാഗവത്തിലെ വരികൾ. എല്ലാവരുടെയും അന്തരാത്മാവായ ഭഗവാൻ ദേവകീ ദേവിയിലൂടെ അവതരിച്ചു എന്നാണ്. അപ്പോൾ ഭഗവാൻ തിരിച്ചു പോയതും എങ്ങോട്ട് തന്നെയാണ്? തിരിച്ചു പോകുന്നതും എങ്ങോട്ട് തന്നെയാണ്? അന്തരാത്മാവായിട്ടാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, എനിക്ക് ജനനവുമില്ല മരണവുമില്ല. അപ്പം നമ്മൾ ഓരോരുത്തരും ഇത് ഉൾക്കൊള്ളണം. ജനന മരണം എന്ന് പറയുന്നത് വാക്കുകളിൽ മാത്രമാണ്. റിയാലിറ്റിയിൽ ജനിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ എന്താണ്? ഈ പഞ്ചഭൂതാത്മകമായ ദേഹം കൂടിച്ചേരുന്നു, അതിനോട് മനസ്സ് കൂടിച്ചേരലാണ് ജനനം, വേർപിരിയലാണ് മരണം. കൂടിച്ചേരുന്നത് ജനനവും, അവർക്ക് പറയൂ, വേർപിരിയൽ മരണവും. ഇനി വേർപിരിഞ്ഞത് വീണ്ടും എന്ത് ചെയ്യും? മറ്റൊന്നായി, അവർക്ക് പറയൂ, കൂടിച്ചേരും. അത് പ്രകൃതിയിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങളൊക്കെ ഫ്രഷാണെന്ന്. നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്, നിങ്ങളൊക്കെ ഫ്രഷാണെന്ന്. ഇപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരം എത്രയോ മൃഗങ്ങൾ അതിനെ കൊന്നൊടുക്കിയതിൻ്റെയൊക്കെ എല്ലുപൊടിയൊക്കെ അതിൽ ചേർത്തുന്നുണ്ടാവുമോ? നിങ്ങളുടെ പാലക്കാടൊന്നും എല്ലുപൊടി എന്ന് പറഞ്ഞിട്ടൊരു വളം വരുന്നില്ല. എന്താ മിണ്ടാത്തത് നിങ്ങൾ? ഉണ്ടോ ഇല്ലയോ? എല്ലുപൊടി വരുന്നില്ലേ? ഈ എല്ലുപൊടിയെല്ലാം തെങ്ങിനോ അല്ലെങ്കിൽ വല്ല കൃഷിക്കൊക്കെ കൊണ്ടുപോയിട്ടാൽ അതത് വളമാക്കി വലിച്ചെടുക്കുമോ? എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പോൾ ആ മരിച്ചുപോയ ജന്തുക്കളുടെയൊക്കെ ശരീരത്തിൻ്റെ ഒരംശം നിങ്ങളുടെ ശരീരത്തിലില്ലേ? എന്താ നിങ്ങൾ അന്തം വിട്ട പോലെ കേട്ടിരിക്കുന്നത്? നിങ്ങൾ വെജിറ്റേറിയൻ ആയാലും ശരി, നോൺ വെജിറ്റേറിയൻ ആയാലും ശരി, ഏതൊക്കെയോ സ്ഥലങ്ങളിലൊക്കെ കൊന്നൊടുക്കിയിരിക്കുന്ന മൃഗങ്ങളുടെ എല്ലല്ലേ വരുന്നത്? ആണോ? അതെല്ലാം കൂടി പൊടിച്ച് അതിനെ എന്താ പറയുക, വളമാക്കി അത് നിങ്ങളുടെ പറമ്പിൽ കൊണ്ടുപോയിടുമ്പോൾ ആ എല്ലുപൊടിയുടെ ഒരു അംശം നിങ്ങളുടെ ദേഹത്തിൽ കയറി പിടിച്ചിട്ടുണ്ടാവുമോ? പോത്ത് നിങ്ങളുടെ ശരീരത്തിലുണ്ടാവുമോ? ആടും മാടും നിങ്ങളുടെ ശരീരത്തിലുണ്ടാവുമോ? എന്താ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഉണ്ടാവുമോ? ഇപ്പം പോത്ത് എവിടെ ഉണ്ട്? കണ്ട ആടും മാടുകളൊക്കെ എവിടെയുണ്ട്? മനസ്സിലായില്ലേ ഇപ്പോഴും നിങ്ങൾക്ക്? ഒന്നുകൂടി നിങ്ങൾക്ക് വിഷമം തോന്നാത്ത വിധത്തിൽ പറഞ്ഞു. ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംസ്കരിക്കുന്നു. നമ്മുടെയൊക്കെ വീടുകളിൽ പഴയ കാലത്തൊക്കെ വീട്ടിൽ സ്ഥലമൊക്കെ ഉള്ളവർ വീട്ടിൽ തന്നെ സംസ്കരിക്കും, അല്ലേ? അങ്ങനെയൊക്കെ മരിച്ചു കഴിഞ്ഞ ആളെ സംസ്കരിച്ച് അവിടെയൊക്കെ അത് കഴിഞ്ഞാൽ ഒരു വാഴയോ അല്ലെങ്കിൽ തെങ്ങൊക്കെ കൊണ്ടുപോയി വയ്ക്കും. അങ്ങനെ ചടങ്ങുണ്ടോ അവിടെയൊക്കെ? ഇല്ലേ? അതൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ തെങ്ങ് വളർന്നു വരുമ്പോൾ ആ മരിച്ചുപോയ അച്ഛൻ്റെ എല്ലൊക്കെ പൊടിച്ച് അത് വളമാക്കി വലിച്ചെടുക്കുമോ? എനിക്ക് അത്രയും അറിയേണ്ടുള്ളൂ. വലിച്ചെടുക്കുമോ ഇല്ലയോ? എടുക്കുമോ ഇല്ലയോ? എടുക്കും. അപ്പം അച്ഛൻ എവിടെ ഉണ്ട്? എന്താ നിങ്ങൾക്ക് പറയാനൊരു നാണം? അച്ഛൻ്റെ ശരീരം ഇന്നിപ്പോൾ ആ തെങ്ങിലുണ്ടോ ഇല്ലയോ? ഉണ്ട്. ഇനി ആ തെങ്ങ് കൊലച്ചു, ഇളനീര് തേങ്ങയായി, മൂത്തുപാകായി, നിങ്ങളത് പറിച്ചു, നിങ്ങളതിനെ പൊളിച്ചു, നിങ്ങളതിനെ അരച്ചു, നിങ്ങളതിനെ കഴിച്ചു. ഇനി പറയൂ, അച്ഛൻ എവിടെ ഉണ്ട്?
നിങ്ങളുടെ അച്ഛൻ മരിച്ചു പോയാൽ പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് അച്ഛൻ പറയും, ദുഷ്ടേ അങ്ങനെ പറയരുതേ, ഞാൻ നിൻ്റെ ശരീരത്തിൽ അങ്ങനെ കയറി പിടിച്ചിരിക്കുകയാണ്. അത്രയും ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും ഓരോ രക്തബിന്ദുക്കളിലും ആരുണ്ട്? ആ അച്ഛൻ്റെ ശരീരത്തിൻ്റെ ഒരംശമെങ്കിലും ഇല്ല. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? അപ്പം ഇവിടെ ആരെങ്കിലുമൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയും, പൊട്ടത്തരം പറയരുത്, ഞങ്ങളെവിടെയുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇപ്പം മരണം എന്ന് പറയുന്നത് ഇല്ലാതെ ആവുന്നതല്ല. മരണം എന്ന് പറയുന്നത് ഒരു വേർപിരിയൽ പ്രക്രിയയാണ്. വേർപിരിഞ്ഞതെല്ലാം വേറൊരു രൂപത്തിൽ വീണ്ടും വന്നുകൊണ്ടിരിക്കും. ഇതല്ലേ സത്യം? അപ്പം കൃഷ്ണൻ മരിച്ചിട്ടില്ല, ആരും മരിക്കുന്നില്ല. അർജുനന് മനസ്സിലായി, ഇന്ന ജായതേ ഇന്ന മറിയതേ, ജനനവുമില്ല മരണവുമില്ല. അപ്പം ഇവിടെ പിന്നെ എന്താ ഉള്ളത്? ഈ മനസ്സ് ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലൂടെ യാത്ര ചെയ്യുന്നു. പുനരഭിജനനം ഇന്നും ആധുനിക സയൻസിന് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഒരു കൊച്ചുകുട്ടി, വളരെ ശ്രദ്ധിക്കണം എന്നാലേ മനസ്സിലാവുള്ളൂ. ചെറിയ കുഞ്ഞിവാവൾ, ബേബീസ്, അവർ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുമോ? അമ്മമാർക്ക് പറയാൻ പറ്റുമായിരിക്കാം. കൊച്ചു ബേബികൾ സ്വപ്നം കണ്ട് കരയുമോ? സ്വപ്നത്തിൽ ചിരിക്കുമോ? ഉറക്കെ പറയൂ നിങ്ങൾ. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. ചിരിക്കുമോ? കരയോ? ഞെട്ടി ഉണരുമോ? അപ്പം അവരെ ഭയപ്പെടുത്തുന്ന ഒരു സ്വപ്നം എവിടെ നിന്ന് കിട്ടിയ ആ കുട്ടിക്ക്? ഒന്നുകിൽ അമ്മയിൽ നിന്ന് കിട്ടണം. അമ്മയിൽ നിന്ന് അങ്ങനെ ഒരു സ്വപ്നം ഒരു കുട്ടിയിലേക്ക് വരും എന്ന് തെളിയിക്കാൻ ശാസ്ത്രത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അച്ഛനിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം കുട്ടി വളരുന്നതൊക്കെ അമ്മയുടെ വയറ്റിലാണ്. അപ്പം പിന്നെ എവിടെ നിന്ന് കിട്ടി ഈ കുട്ടിക്ക് ഈ സ്വപ്നങ്ങൾ? അതൊന്നും രണ്ടും സ്വപ്നങ്ങളല്ല, അനവധി സ്വപ്നങ്ങൾ. അപ്പം ഇത്രയും സ്വപ്നങ്ങളൊക്കെ ഏതോ ഒരു അനുഭവത്തിൻ്റെ ഓർമ്മകൾ ആണോ അല്ലയോ? അനുഭവിച്ച അനുഭവങ്ങളുടെയോ ആഗ്രഹിച്ച ആഗ്രഹങ്ങളുടെയോ ഒക്കെ സ്മരണകളാണോ സ്വപ്നങ്ങൾ? ഉറക്കെ പറയൂ നിങ്ങൾ. ആയിരിക്കുമോ? എവിടെ നിന്ന് കിട്ടിയ കൊച്ചു കുഞ്ഞിന് ഈ ഓർമ്മകൾ? അനുഭവിക്കാതെ എങ്ങനെ ഓർമ്മകളുണ്ടാവും? ചിന്തിക്കാതെ എങ്ങനെ ഓർമ്മകളുണ്ടാവും? ആഗ്രഹിക്കുന്നതൊക്കെ ചിന്തിച്ചിട്ടാണ് ആണോ? എങ്കിൽ പറയേണ്ടതില്ലേ, മുൻപ് ഏതോ ശരീരത്തിലിരുന്ന് ആഗ്രഹിച്ചതും അനുഭവിച്ചതുമാണ് ഓർമ്മകളായി കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ആ മനസ്സ് പുതിയതാണോ, പഴയൊരു മനസ്സിൻ്റെ തുടർച്ചയാണോ ഈ പുതിയ ജീവിതം? പറയൂ, ഏതാണ് ശരി? പഴയൊരു മനസ്സിൻ്റെ തുടർച്ചയാണ് ജീവിതമെങ്കിൽ എവിടെയാണ് മരണമുള്ളത്? അപ്പം മരണമല്ല ഉള്ളത്, മാറ്റമാണുള്ളത്. മരണം എന്നുള്ള വാക്കും മാറ്റം എന്നുള്ള വാക്കും കൺഫ്യൂഷനാക്കരുത്. നമുക്ക് മരണമില്ല. നമ്മൾ പോയി വൈകുന്നേരം പോയി ഈ വസ്ത്രം മരിച്ചു എന്നല്ല പറയുക. ദേഹത്തിൽ നിന്ന് മാറ്റുമ്പോൾ എന്താ പറയുക? ഞാനൊന്ന് വസ്ത്രം മാറി വരാമെന്നാണ് പറയുക. എന്താ പറയുക? ഞാൻ ഉടുത്ത വസ്ത്രം ഒന്ന് അവർക്ക് പറയൂ, മാറ്റി വരാം. ഇത് തന്നെയാണ് മനസ്സും ശരീരമാകുന്ന വസ്ത്രത്തെ മാറ്റുന്നു. ഗീതയിൽ കൃഷ്ണൻ അതാ പഠിപ്പിക്കുന്നത്. ഗീതയിൽ 2-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം, 22-ാം ശ്ലോകത്തിൽ വാസാംസി ജിന്നാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തദാ ശരീരാണി വിഹായ ജിന്നാനി അന്യാനി സംയാതി നവാനി ദേഹി. എപ്രകാരമാണോ പഴയ വേഷം, വസ്ത്രം, മുഷിഞ്ഞ വസ്ത്രം, അല്ലെങ്കിൽ ഈ വിയർപ്പും മറ്റുമായ വസ്ത്രം മാറ്റി നമ്മൾ പുതിയൊരു വസ്ത്രം ധരിക്കുന്നത്, ഇതുപോലെയാണ് മനസ്സൊരു ശരീരം വിട്ട് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നത്. വസ്ത്രം മാറുന്ന പോലെ എന്നാണ് കൃഷ്ണൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ എവിടെയാണ് മനസ്സിന് ജനനവും മരണവും? പറയും.
നമുക്ക് ജനനവുമില്ല, അവർക്ക് പറയൂ, മരണവുമില്ല. നമുക്കുള്ളത് പുതിയ വസ്ത്രങ്ങളായി ചേരുന്നു. ആ വസ്ത്രം വിട്ട് വീണ്ടും പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഡരേ ശയനം, ഇഹ സംസാരേ ബഹുദുസ്താരേ, കൃപയാ പാരേ പാഹി മുരാരേ, ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ ന ജായതേ എന്നറിയത്തെ. പുനരഭിജനനം, പുനരഭിമരണം. ഈ പ്രക്രിയയിലൂടെ, ഈ ചക്രത്തിലൂടെ, ഈ താളത്തിലൂടെ ജീവൻ കടന്നു പോകുന്നു. അർജുനന് മനസ്സിലായി എന്തിനിരുന്ന് ദുഃഖിക്കണം, ആരെയോർത്ത് ദുഃഖിക്കണം. പോവാത്ത കൃഷ്ണൻ പോയി എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ടെന്ത് കാര്യം? കൃഷ്ണൻ പോയിട്ടില്ല. ഇനി എനിക്ക് വേണ്ടത് ഇരുന്ന് ദുഃഖിക്കലല്ല, ഈ മനസ്സിനെ അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കണം. മനുഷ്യ മനസ്സിനൊരു പൂർണ്ണതയുണ്ട്. ജീവിതം ഒരു പൂർണ്ണതയിൽ നിന്ന് വരുന്നു എന്ന് പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുന്നതിന് മുമ്പ് ഭാരതത്തിലെ ഋഷിവര്യന്മാർ മനസ്സിലാക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഫിസിക്സ് ആൻഡ് ഫിലോസഫി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. മോഡേൺ ഫിസിക്സ് പഠിപ്പിക്കുന്നത് പ്രപഞ്ചം ഒരു ഇൻഫിനിറ്റ് എനർജിയിൽ നിന്ന് വന്നു എന്നാണ്. ആൻഡ് എനർജി കാൻ ബി ക്രിയേറ്റഡ് നോർ ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രോയ്ഡ്. ആൻഡ് ദ ടോട്ടൽ വാല്യൂ ഓഫ് എനർജി ഓൾവേസ് സെയിം, സീറോ. ദാറ്റ് മീൻസ് neither increasing nor decreasing. എനർജി ഒരിക്കലും അതിൻ്റെ പൂർണ്ണതയിൽ നിന്നും മാറുന്നില്ല. ഇതാണ് ആധുനിക ഫിസിക്സ്. ഇത് പാശ്ചാത്യർ ഗവേഷണം ചെയ്ത് ഐൻസ്റ്റീനിയൻ ഫിസിക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഭാരത ഋഷി എഴുതി വച്ചിരിക്കുന്ന മന്ത്രം നോക്കൂ നിങ്ങൾ. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പറയൂ പൂർണ്ണമേവാവശിഷ്യതേ. സയൻസിൽ ഇൻഫിനിറ്റ് എന്ന് പറയുന്നതും ഭാരത ഋഷി പൂർണ്ണം എന്ന് പറയുന്നതും ഒരേ അർത്ഥമാണോ? ഒന്നുകൂടി വ്യക്തമാക്കാം. സയൻസിൽ ഇൻഫിനിറ്റ് എന്ന ഫിസിക്സിൽ ഉപയോഗിച്ച വാക്കും സംസ്കൃതത്തിൽ പൂർണ്ണം എന്ന വാക്കിൻ്റെയും അർത്ഥം ഒന്നാണോ? പറയൂ നിങ്ങൾ. പൂർണ്ണം എന്ന് പറഞ്ഞാൽ, പൂർണ്ണത എന്ന് പറഞ്ഞാൽ അതിന് ഇംഗ്ലീഷിൽ എന്താണ് ശബ്ദം? ഇൻഫിനിറ്റ് തന്നെയല്ലേ? ആണോ അല്ലയോ? അപ്പം നോക്കൂ എത്രമാത്രം സയൻറ്റിഫിക്കലിയാണ് ഭാരതത്തിലെ ഋഷിവര്യന്മാർ ജീവിതത്തെ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു പൂർണ്ണതയിൽ നിന്നും വന്നത് പൂർണ്ണതയിലേക്ക് പോകണം. അപ്പം നമ്മളൊക്കെ പൂർണ്ണതയിൽ നിന്നും വന്നവരാണ്. തിരിച്ച് പൂർണ്ണതയിലേക്ക് പോവുക. എന്താണ് ആ പൂർണ്ണത? മനസ്സെന്ന് പറയുന്നത് ഒരു പൂർണ്ണമായ ബോധ ഊർജത്തിൽ നിന്നും പ്രകടമായതാണ്. ശരീരം പൂർണ്ണ പ്രപഞ്ചോർജത്തിൽ നിന്നും, മനസ്സ് പൂർണ്ണമായൊരു ബോധ ഊർജത്തിൽ നിന്നും. ഇന്ന് ആധുനിക ഫിസിക്സ് നമ്മുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദ യൂണിവേഴ്സ് ഈസ് നോട്ട് ജസ്റ്റ് ദ എനർജി വിച്ച് യു സീ ഓർ ദ ഫിനോമിന വിച്ച് യു സീ. ഇത് മാത്രമല്ല പ്രപഞ്ചം. എനർജി എന്നൊരു വാക്ക്, പ്രപഞ്ചം എന്നൊരു വാക്കൊക്കെ ഈ സയൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഋഷിവര്യന്മാർ പറയുന്നു ഇവിടെ 2 ഊർജ്ജശക്തികൾ ഉണ്ടെങ്കിലേ പ്രപഞ്ചമാവുള്ളൂ. വളരെ ശ്രദ്ധിക്കണം, എന്നാലേ മനസ്സിലാവും. ഒന്ന് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചോർജം. അതാണ് ഐൻസ്റ്റീനിയൻ ഫിസിക്സ് പഠിപ്പിക്കുന്ന ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ എന്നൊക്കെ പറയുന്ന എനർജി. എന്നാൽ അതിനെ അറിയാൻ, അതിനെ അനുഭവിക്കാൻ, അതിനെ മനസ്സിലാക്കാൻ, അതിനെ ചിന്തിക്കാൻ, അതിനെ ഒബ്സർവ് ചെയ്യാൻ, അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ മറ്റൊരു ഊർജം വേണം. അതാണ് ബോധ ഊർജം.
ഇന്ന് സയൻസ് അതിലേക്ക് എത്തിക്കൊണ്ട് ഇൻ്റലിജൻസ് എന്നൊരു വാക്കിലേക്ക് എത്തി. അതുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാണ് ഇന്നത്തെ ടെക്നോളജിക്ക് പേരിട്ടിരിക്കുന്നത്. ഒരു ഇൻ്റലിജൻസ്, എല്ലാം റെക്കഗ്നൈസ് ചെയ്യാൻ, എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ, എല്ലാം തിരിച്ചറിയാൻ, എല്ലാറ്റിനും റെസ്പോണ്ട് ചെയ്യാൻ, എല്ലാറ്റിനും ആൻസർ ചെയ്യാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് ഇൻ്റലിജൻസ്. ആണോ? പറയൂ നിങ്ങൾ. അപ്പം നോക്കൂ നിങ്ങൾ, ഇവിടെ വെറും ഒരു, ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് നോക്കണം, ഒരു പ്രകൃതി ഊർജം മാത്രമല്ല, ഇവിടെ ആ പ്രകൃതി ഊർജത്തെ അറിയാനും അനുഭവിക്കാനും സാധിക്കുന്ന ബോധ ഊർജവും ഉണ്ട്. അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിൽ അവസാനം എഴുതുന്നൊരു വരിയുണ്ടല്ലോ, ശിവശക്തി ഐക്യരൂപിണീ നമാണ്. വെറും ശക്തി മാത്രമല്ല, ഐൻസ്റ്റീനിയൻ ഫിസിക്സ് ആ ശക്തിയെ മാത്രമേ കുറിച്ച് കണ്ടുള്ളൂ. പക്ഷെ ഭാരതത്തിലെ ഋഷിവര്യന്മാർ പറയുന്നു, ഇവിടെ ശക്തി മാത്രമല്ല, ശിവനും കൂടി, ഇൻ്റലിജൻസ് കൂടെ ഉണ്ട്. നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് നമ്മുടെ തലമുറയെ. ഇന്ന് നോക്കൂ, ഫിസിക്സും മറ്റും പഠിപ്പിക്കുന്നത് പ്രപഞ്ചശക്തിയെക്കുറിച്ചാണ്, പ്രപഞ്ചത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവനവനിലുള്ള ഇൻ്റലിജൻസിനെ കുറിച്ച്, ഒബ്സർവറെക്കുറിച്ച്, എക്സ്പീരിയൻസറെക്കുറിച്ച്, തൻ്റെ ഉള്ളിലുള്ള ആ ബോധത്തെക്കുറിച്ച് ആരും ഒന്നും പഠിപ്പിക്കുന്നില്ല. എഴുത്തച്ഛൻ മനോഹരമായി എഴുതി വെച്ചു, അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തുഹരി നാരായണായ നമ. എങ്ങോട്ടാണ് നോക്കാൻ പറയുന്നത്? അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണ്. ഇതൊക്കെ നിരീക്ഷിക്കുന്ന, ഇതൊക്കെ അറിയുന്ന, ഇതൊക്കെ അനുഭവിക്കുന്ന, എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു നിരീക്ഷകനെ നിരീക്ഷിക്കാൻ സാധിച്ചാൽ, തൻ്റെ ഉള്ളിലുള്ള ബോധത്തെ നിരീക്ഷിക്കാൻ സാധിച്ചാൽ, രമണ മഹർഷിയെപ്പോലുള്ള മഹാന്മാരൊക്കെ താനാര് 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 ഹൂ ആം ഐ, താനാരെന്ന് നിരീക്ഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, മനസ്സും ഒരു ഇൻഫിനിറ്റ് ബോധത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം മനസ്സിനൊരു പൂർണ്ണതയിലേക്ക് വികസിക്കാനുള്ള, വിടരാനുള്ള, ഉയരാനുള്ള എല്ലാ സാധ്യതകളും ഉള്ളിലുണ്ട്. അപ്പം നിങ്ങൾ നോക്കൂ, നിങ്ങൾ അപ്പം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കുട്ടികളൊക്കെ ദുഃഖത്തിലും ദുരിതത്തിലൊക്കെ പെട്ടുപോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവരിലെ ആ സാധ്യതകളിലേക്ക് വിടരാനുള്ള, വികസിക്കാനുള്ള, ഉയരാനുള്ള, ഉജ്ജ്വലമാവാനുള്ള, പ്രോജ്വലിക്കാനുള്ള ആ കഴിവിനെ അവർ വേണ്ട വിധത്തിൽ കണ്ടെത്തുന്നില്ല. വികാസം പുറത്താണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു എഡ്യൂക്കേഷൻ. പക്ഷേ ആത്മവികാസമില്ലാതെ വെറും ഭൗതിക വികാസത്തിൽ മനുഷ്യൻ പെട്ടുപോയാൽ, സ്നേഹശൂന്യമായ, മനോബലമില്ലാത്ത, സ്വാർത്ഥനിഷ്ഠമായ, സങ്കുചിതമായ ഒരു മനസ്സ് വളർന്ന് അവസാനം തളരുന്ന മനസ്സും വളരുന്ന ലോകവുമായിരിക്കും. ഇന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കതല്ല വേണ്ടത്. വളരുന്ന ലോകത്തോടൊപ്പം വളരുന്ന മനസ്സും കൂടെ വേണം. വേണോ വേണ്ടയോ? വളരുന്ന ലോകത്തോടൊപ്പം തളരുന്ന മനസ്സല്ല. അതാണ് നിങ്ങൾ നോക്കൂ, ഇന്നത്തെ ഒരു കുട്ടികളിലെ ഒരു വളർച്ച നോക്കൂ നിങ്ങൾ. അവരിലേക്ക് ഒതുങ്ങി ടെക്നോളജി എത്രത്തോളം അവരെ ഇൻട്രോവേർട്ടഡ് ആക്കി, വളരെ സെൽഫ് സെൻറ്റേർഡ് ആക്കി, സെൽഫിഷാക്കി. അതുകൊണ്ടാണ് സെൽഫിഷ്, എല്ലാവരും സെൽഫി എടുക്കാനാണ് നോക്കുന്നത്. അവരവരുടെ സെൽഫ് ലോകത്തിലേക്ക് തിരിഞ്ഞ് അവരും അവരുടെ ലോകവും. നമുക്ക് പഴയ കുടുംബ ബന്ധങ്ങളില്ല. ഇന്നിപ്പം വീട്ടിൽ അച്ഛൻ, അമ്മ, അതൊക്കെ കുറച്ചുണ്ടാവുമായിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ പഴയ കാലത്ത് എൻ്റെ ചിറ്റയാണ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ-പെങ്ങളാണ്, എൻ്റെ അമ്മാവനാണ്, എൻ്റെ ആ ബന്ധമാണ്, ഈ ബന്ധമാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന പഴയ ബന്ധങ്ങളൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് പറയൂ, നിങ്ങൾ ഉണ്ടോ ഇല്ലയോ? കഴിഞ്ഞു. ചെറിയൊരു ലോകത്തിലേക്ക് മനുഷ്യൻ ചുരുങ്ങി അവസാനം എവിടെയാണ് മനുഷ്യൻ്റെ മനസ്സ്, എവിടെയാണ് നന്നാവാൻ പോകുന്നത്? എന്ത് സുഖമാണ് ഇവർ കണ്ടെത്താൻ പോകുന്നത്? മനസ്സിലായില്ലേ? നിങ്ങൾ നോക്കൂ, കുറേ കഴിഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം, ടി വി ഒക്കെ അതിൻ്റെ ഒരു ലെവലിൽ നമുക്ക് മതിയായി കഴിഞ്ഞു. ഉണ്ടോ ഇല്ലയോ?
ടി വിയോടുള്ള മനുഷ്യൻ്റെ ഒരു അമിതമായ ഒരു അടിമത്വം കുറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? പണ്ട് കാലത്ത് സീരിയൽ എന്ന് പറഞ്ഞ എന്തോ ഒരു മാറാരോഗമായിരുന്നു. പണ്ട് കാലത്ത് ഈ വൈകുന്നേരമായാലല്ലോ സ്ത്രീകൾക്കൊക്കെ ഈ എന്ത് വ്യാധി എന്നാ പറയുക, പകർച്ചവ്യാധി വരും. ഏത് പകർച്ചവ്യാധി? സീരിയൽ പകർച്ചവ്യാധി. 6:30 ആകുമ്പോഴേക്ക് ഇവർക്ക് എന്തോ ഒരു വിറയലൊക്കെ വരും. ദീപാരാധനയ്ക്കൊക്കെ നിൽക്കുമ്പോൾ അവിടെ നിൽക്കാൻ പറ്റാത്തൊരസുഖം. കാരണം എത്രയും വേഗം, കാരണം അവൻ കൊണ്ട് നിർത്തിയിരിക്കുന്നത് മതിലിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന കാമുകിയാണ്. ഇവൾ അങ്ങോട്ട് ചാടോ ഇങ്ങോട്ട് ചാടോ ആരുടെ മേലേക്ക് ചാടോ ഒരു പിടിയില്ല. ഇത് കാണാത്തത് കൊണ്ടുള്ള വെപ്രാളം, അങ്ങനെ അവർ ജീവനും കൊണ്ടുകൂടി അത് കാണാം. ഇന്നിപ്പോൾ അതിനോടൊക്കെയുള്ളൊരു ജ്വരം കുറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ നോക്കുമ്പോൾ ഒരു ഒട്ടുമുക്കാൽ വീട്ടിലും ചത്ത് കിടക്കുന്നൊരു സാധനമായി ടി വി മാറിയിട്ടുണ്ട്. കാരണം തോണ്ടാനൊരു സാധനം വന്നപ്പോൾ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഇപ്പം വളരെ സജീവമായിട്ടിരിക്കുന്നത് ഏതാണ്? ഇപ്പോൾ വളരെയധികം അഡിക്ഷൻ വന്നത് മൊബൈലിലാണ്. കുറേ കഴിഞ്ഞാൽ ഇപ്പം പറയുന്നത് കുറേ കഴിഞ്ഞാൽ ഇത് ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്നൊരു സ്ഥലം വരും. ഇന്നലെ പറഞ്ഞ റേഡിയേഷനും ഒക്കെ പല കാര്യങ്ങളും വരും. നമ്മൾ അതിൻ്റെ 6G മറ്റ് ജിയിലേക്കൊക്കെ പോകും തോറും സാറ്റലൈറ്റിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ പവറും ശക്തിയും കൂടുമ്പോൾ ഇത് മനുഷ്യൻ്റെ ബ്രെയിനിനെ വളരെയധികം ബാധിക്കും. എന്തായാലും ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് കുറേ കഴിഞ്ഞാൽ വല്ല അസുഖങ്ങളും മാനസിക പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മാറും. കുറേ കഴിഞ്ഞാൽ ഇതിനോടും മനുഷ്യനൊരു വിരക്തി വരും. ഇതൊന്നുമില്ലാതെ എനിക്കൊന്നൊരു സ്വസ്ഥമായിട്ടിരിക്കണം എന്നുള്ളൊരു തോന്നലിലേക്ക് മനസ്സ് വരുന്നൊരു കാലം അതിവിദൂരതയിലല്ല. ശ്രീബുദ്ധനെ പോലുള്ള ഒരു മഹാരാജാവ് എല്ലാ സൗകര്യങ്ങളുടെ നടുവിൽ നിന്ന് ഇതൊന്നും എന്നെ തൃപ്തിപ്പെടുത്തുന്നില്ല, എനിക്കുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ സാധിക്കുന്നില്ല, ഉടുത്തൊരു വസ്ത്രവുമായി കൊട്ടാരത്തിലെ പല സൗകര്യങ്ങളും വിട്ടെറിയുന്ന ഒരു ബുദ്ധനെപ്പോലെ നാളത്തെ ഒരു തലമുറയും അങ്ങനെ ചിന്തിക്കുന്ന എ സെയിൻറ്റ് ഹൂ സോൾഡ് ഹിസ് ഫെരാരി എന്നുള്ളൊരു നോവലുണ്ട്. ഒരാൾ അദ്ദേഹത്തിൻ്റെ കോടീശ്വരനായ അദ്ദേഹം എല്ലാം വിട്ടെറിഞ്ഞ് ഒരു വസ്ത്രവും എടുത്തുകൊണ്ട് അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ച. ഇത് അതിവിദൂരതയിലല്ല. മനസ്സിലായില്ലേ? അവസാനം മനസ്സമാധാനത്തിന് വേണ്ടി പാവം നമ്മുടെ രാഹുൽ ഗാന്ധി പോലും പോകുന്നത് തായ്ലൻഡിലേക്കും മറ്റും മെഡിറ്റേഷൻ സെൻറ്ററിലേക്കാണ് പോകുന്നത്. എന്നാൽ കോൺഗ്രസിൻ്റെ നേതാവിന് വല്ല കുറവുണ്ടോ? ഇവിടെ വല്ല കുറവുണ്ടോ? ഇടയ്ക്കിടയ്ക്കൊക്കെ പത്രത്തിൽ വായിക്കാറില്ലേ എന്ത് രാഹുൽ ഗാന്ധി മുങ്ങിയെന്ന്. എങ്ങോട്ടാണ് പോകുന്നത്? ഇതുപോലെ നിങ്ങൾ നോക്കൂ, രജനീകാന്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് ഹിമാലയത്തിൽ പോകുന്നു. ഇപ്പോൾ നമ്മുടെ മോഹൻലാൽ സമാധാനത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. കാരണം എമ്പുരാനൊക്കെ കൂടെ തമ്പുരാനാക്കിയപ്പോൾ സമാധാനമില്ലാതെയായിപ്പോയി. അപ്പം മനുഷ്യൻ്റെ മനസ്സിന് സ്വസ്ഥതയും ശാന്തിയും സമാധാനവും നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ പിന്നെ ശാന്തിക്ക് വേണ്ടി എന്തും ത്യാഗം ചെയ്യാൻ തയ്യാറാണ്. ആണോ? അപ്പം ഏറ്റവും 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 വാല്യൂ ഉള്ളത് അവൻ്റെ സ്വസ്ഥതയ്ക്കും ശാന്തിക്കും സമാധാനത്തിനും. ആണോ അല്ലയോ? അപ്പോൾ എവിടെയോ ഒരു പോയിന്റിൽ ഭൗതികതയ്ക്ക് അവൻ്റെ ജീവിതത്തെ തൃപ്തിപ്പെടുത്താൻ സാധ്യമല്ല. ആ ശാന്തി തൻ്റെ ഉള്ളിൽ കണ്ടെത്തണം. തൻ്റെ മനസ്സിനെ ശാന്തമാക്കണം, തൻ്റെ മനസ്സിനെ സ്വസ്ഥമാക്കണം, തൻ്റെ മനസ്സിനെ എവിടെയോ പൂർണ്ണമാക്കണം. എവിടെയോ ഒരു പ്രേരണ മനുഷ്യ മനസ്സിലുള്ളത് കൊണ്ടാണ് മനുഷ്യനറിയാതെയെങ്കിലും ധ്യാനവും മറ്റുമുള്ള സ്ഥലങ്ങളിൽ പോയി 10 മിനിറ്റ് സ്വസ്ഥമായി ഇരിക്കുന്നത്. എവിടെയോ മനുഷ്യൻ്റെ മനസ്സിൽ ആ ശാന്തിക്ക് വേണ്ടിയുള്ളൊരു അന്വേഷണമുണ്ട്. അർജുനന് മനസ്സിലായി, ഇനി കൊട്ടാരത്തിലിരുന്ന് എൻ്റെ ജീവിതം തകർക്കരുത്, യാത്രയാവേണ്ട സമയമായി. അർജുനൻ അവിടെ നിന്നും ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ പാണ്ഡവർ പറഞ്ഞു നമുക്കെല്ലാവർക്കും ഇറങ്ങാം. അങ്ങനെ പാണ്ഡവർ ഒന്നിച്ച് കൊട്ടാരം വിട്ട് ഇറങ്ങുന്ന ആ ഒരു അനുഭവത്തിൻ്റെ പേരാണ് മഹാപ്രസ്ഥാനം. അതിനു മുമ്പ് അവർ പാണ്ഡവരിൽ അർജുനൻ്റെ പുത്രനായ അഭിമന്യുവിന് ഉത്തരയിലുണ്ടായ പുത്രനായ പരീക്ഷിത്ത് മഹാരാജാവ്, അപ്പോൾ ഈ കല്യാണമൊക്കെ കഴിഞ്ഞു, അദ്ദേഹത്തിനും ജനമേജൻ എന്നൊരു പുത്രനുണ്ടായി. ആ പരീക്ഷിത്ത് മഹാരാജാവിനെ രാജ്യഭരണം ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് പാണ്ഡവർ അവിടെ നിന്നും ഇറങ്ങുകയാണ്. ഇതൊക്കെ
കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കുന്തിദേവി. കൃഷ്ണൻ പോയി, കുലം പോയി, യാദവ വംശം പോയി, അർജുനന് ഗാണ്ഡീവം പോയി. പാണ്ഡവരിതാ ഏതാനും നിമിഷം കഴിഞ്ഞാൽ അവരും കൊട്ടാരം വിട്ടിറങ്ങാൻ പോവുകയാണ്. കുന്തിദേവി ഒരു നിമിഷം നട്ടലൊക്കെ നിവർന്നിരുന്ന് പ്രണവമന്ത്രം ചൊല്ലിക്കൊണ്ട്, ഓങ്കാരമന്ത്രം ചൊല്ലിക്കൊണ്ട് മനസ്സിനെ ക്രമേണ 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 കെട്ടടക്കി അവർ ആ പരമാത്മബോധത്തിൽ ഒരു സമാധിയിലെന്ന വണ്ണം അലിഞ്ഞു ചേർന്നു എന്നാണ്. അങ്ങനെ അവർ ശരീരം ഉപേക്ഷിച്ചു. ഒരു സമാധിസ്ഥയായി ശരീരം ഉപേക്ഷിച്ച അമ്മയാണ് കുന്തിദേവി. ഭാഗവത്തിലെ വരികൾ ഇങ്ങനെയാണ്: പ്രതാപി അനുശ്രുത്യധനഞ്ജയോദിതം നാശം യതൂനം ഭഗവത്കതിം ചതം ഏകാന്തഭക്ത്യാ ഭഗവത്യദുക്ഷതേ നിവേശിതാത്മോ പരരാമസംസതേ. പ്രതാപി അനുശ്രുത്യ ധനഞ്ജയോദിതം. ധനഞ്ജയൻ, അർജുനൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കുന്തിദേവി ഒരു നിമിഷം മനസ്സിലായി. എന്താ കേട്ടത്? നാശം യദൂനാം, തൻ്റെ വംശം, യാദവ വംശം ഇനിയില്ല. ഭഗവത്കതിം, കൃഷ്ണനും ഇല്ല. അവരൊക്കെ ശരീരം ഉപേക്ഷിച്ചു. ഒരു നിമിഷം ഒരിടത്ത് ഏകാന്തഭക്തിയാ ഒരു ഭാഗത്ത് നിവർന്നിരുന്ന് ഓങ്കാരമന്ത്രങ്ങളൊക്കെ ചൊല്ലി ഉപരരാമ സംസ്ഥതേ, തൻ്റെ സംസാര ചക്രത്തിൽ നിന്നും ദേവി പൂർണ്ണമായി മടങ്ങി എന്ന് പറഞ്ഞാൽ ശരീരം ഉപേക്ഷിച്ചു. ഇങ്ങനെയൊക്കെ ശരീരം ഉപേക്ഷിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ആളുകൾ പണ്ട് ഉണ്ടായിരുന്നു. അത് മനസ്സിനെ കെട്ടടക്കാൻ, മനസ്സിനെ ശാന്തമാക്കാൻ, മനസ്സിനെ ബോധത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ ഒക്കെ സാധിക്കുന്നവർ. ഇതൊക്കെ കഴിഞ്ഞ് പാണ്ഡവന്മാർ മഹാപ്രസ്ഥാനം ചെയ്യുന്നു. അവരങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അവർ പോയ യാത്രയാണ് ചതുർധാം എന്ന പേരിലൊക്കെ പിന്നീട് അറിയപ്പെട്ടത്. ബദരീനാഥം കഴിഞ്ഞ് ഓരോ മഹാന്മാരെയൊക്കെ കണ്ട് പാഞ്ചാലിയാണ് ആദ്യം ശരീരം ഉപേക്ഷിച്ചത് എന്നാണ്. അങ്ങനെ പാഞ്ചാലി ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ഭാഗവത്തിലെ വരികൾ ഇങ്ങനെയാണ്: ആ മരണത്തെ മുന്നിൽ കണ്ട പാഞ്ചാലി 5 ഭർത്താക്കന്മാരോടും സഹായം ചോദിച്ചില്ല എന്നാണ്. തളരുമ്പോഴും ഭാഗവതത്തിലെ വരികൾ അതിഗംഭീരമാണ്. ഈ പാഞ്ചാലിക്ക് ശരീരം ഉപേക്ഷിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ഭാഗവത്തിൽ എഴുതി വെച്ചിട്ട് ദ്രൗപദി ചതദാജ്ഞായ, ദ്രൗപദിക്ക് മനസ്സിലായി താൻ മരിക്കാൻ പോകുന്നു എന്ന്. ആ മരണത്തെ ഇങ്ങനെ മുന്നിൽ കാണാണ്. ആ സമയത്ത് പതീനാമനപേക്ഷതം, ഭർത്താക്കന്മാരെ ഒന്നും വിളിച്ചില്ല, ആരെയും സ്മരിച്ചില്ല. എന്തു ചെയ്തു? വാസുദേവേ ഭഗവതി. ആരെ ഓർത്തു? വാസുദേവേ ഭഗവതി ഏകാന്തമതിരാപദം. തൻ്റെ മതി, തൻ്റെ മനസ്സിനെ വാസുദേവ ചിന്തയിൽ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് ശരീരോപേക്ഷിച്ചു. അപ്പം ലൗകികമായി 5 ഭർത്താക്കന്മാരും കുടുംബവും പ്രാരബ്ധവും, കൃഷ്ണൻ പോയ ദുഃഖം, ഏതോ വംശം നശിച്ച ദുഃഖം, കൊട്ടാരം, ഈ ദുഃഖങ്ങളിലൊന്നും അല്ല ഇവർ പോയത്. നാമജപത്തിലൂടെ, അനുഷ്ഠാനത്തിലൂടെ മനസ്സിനെ തീർത്തും നാമത്തിൽ ഉറപ്പിച്ച് ലയിപ്പിച്ച് വളരെ ഊർജത്തോടെ, കരുത്തോടെ, ശക്തിയോടെ, ഭക്തിയോടെ ശരീരം ഉപേക്ഷിക്കാൻ സാധിച്ച ഭാഗ്യം സിദ്ധിച്ചവരായിരുന്നു ഇവരൊക്കെ. ഇങ്ങനെയും മനുഷ്യന് ഈ ഭൂമി വിട്ടു പോവാൻ സാധിക്കും. മനസ്സിനെ അങ്ങനെ പരിശീലിച്ചെടുക്കണം. ഇതൊക്കെ നമുക്ക് ഓർമ്മപ്പെടുത്തലാണ്. മനസ്സിനെ നിങ്ങളും എന്തു ചെയ്യണം? ഉയർത്തിക്കൊണ്ടിരിക്കണം. കാരണം ഈ മരണമൊക്കെ നമ്മുടെ കൂടെയും, അതായത് ഒരു ദിവസം വേർപിരിയൽ നമ്മുടെ കൂടെയും ഉണ്ട്. അപ്പം അതിനു മുമ്പ് തന്നെ മനസ്സിനെ ഭാഗപ്പെടുത്തി കഴിഞ്ഞു പോയതിനെക്കുറിച്ചോ കൂടെയുള്ളവരെക്കുറിച്ചോ മറ്റുള്ളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ പൂർണ്ണമായി ഭക്തിയിൽ മനസ്സുറപ്പിച്ച് ആശക്തിയോടെ, ആ ലയത്തോടെ, താളത്തോടെ, ഭാവത്തോടെ, അനുഭൂതിയോടെ, അനുഗ്രഹത്തോടെ, ധന്യതയോടെ, തൃപ്തരായി, പൂർണ്ണരായി ഇവിടെ നിന്ന് യാത്ര പറയാൻ സാധിച്ച ആ സാധ്വികളുടെ, മഹത്തുക്കളുടെ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്
യു ക്യാൻ ആൾസോ അച്ചീവ് ദിസ്. നമുക്കും ഇത് കൈവരിക്കാൻ സാധിക്കും. ഇത്രയും പറഞ്ഞ് നമ്മളിവിടെ നിർത്തുന്നു. ഇനി പരീക്ഷത്തിൻ്റെ കഥയാണ്. പരീക്ഷത്ത് അങ്ങനെ രാജ്യം ഭരിക്കുമ്പോഴാണ് കൃഷ്ണൻ ശരീരം ഉപേക്ഷിച്ച ആ നിമിഷം മുതൽ കലിയുടെ പ്രഭാവം തുടങ്ങിയെന്നാണ്. അങ്ങനെ കലിയുടെ പിടിയിൽപ്പെട്ടു പരീക്ഷത്ത്. അങ്ങനെ അദ്ദേഹത്തിന് കൊടും ശാപം കിട്ടുകയാണ്. 7-ാമത്തെ ദിവസം തക്ഷകനാൽ മൃത്യു സംഭവിക്കട്ടെ. ആ കഥകളും പിന്നെ തുടർന്ന് പരീക്ഷത്തിന് ഉപദേശിക്കുന്ന ചതുശ്ലോകി ഭാഗവതവും നാളെയാണെങ്കിൽ അതിഗംഭീരമായൊരു ഭാഗമാണ് കാപിലയോപാഖ്യാനം എന്നൊരു ഭാഗം. അമ്മയ്ക്ക് മകനായ കപില ഭഗവാൻ ഉപദേശിക്കുന്ന കാപിലയോപാഖ്യാനം എന്ന കപില ഒരു ചരിതം, കപിലൻ്റെ ഉപദേശം നാളെ നമ്മൾ കാണും. അത് കഴിഞ്ഞ് നമ്മൾ 4-ാമത്തെ സ്കന്ധത്തിലൂടെ കടന്നു പോകുമ്പം ദക്ഷനും ധ്രുവനും മറ്റും പറഞ്ഞ് നാളെ അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഷെഡ്യൂൾ. അതൊക്കെ നമുക്ക് നാളെ കാണാം. ഇപ്പം നമ്മുടെ സമയം ഇവിടെ യാത്രാ സൗകര്യങ്ങൾ ഇത്തിരി കുറവായതുകൊണ്ട് എന്നോട് പറഞ്ഞ് ഇത്തിരി നേരത്തെ നിർത്തണമെന്ന്. അപ്പം ഞാൻ ഉപസംഹരിപ്പിക്കുകയാണ്. കാരണം ഇത് ഇത്തിരി ഒരു ഇൻറ്റീരിയർ ആയതുകൊണ്ട് ഇത്രയും ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ കുറവാണ് തോന്നുന്നു അല്ലേ? ബസ്സുകളൊക്കെ കുറവാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്കൊരു 7:30 വരെയൊക്കെ പോകാമായിരുന്നു. പക്ഷേ പറ്റില്ലല്ലോ. 7:30 വരെയൊക്കെ ബുദ്ധിമുട്ടല്ലേ? ചിലർക്കൊക്കെ വെഹിക്കിളുള്ളവർക്ക് പറ്റും, അല്ലാത്തവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് നല്ല ഇരുട്ടും ഉണ്ട് തോന്നും പുറത്ത് അല്ലേ? അതുകൊണ്ട് ഞാൻ ഉപസംഹരിപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.